മുൻപ് കണ്ണൂരിലെ എരുവേശി എന്ന ദേശം ഭരിച്ചിരുന്നത് മന്നനാർ എന്ന രാജവംശമായിരുന്നു. ഒടുവിലത്തെ മന്നനാർ 1906 തീപ്പെട്ടു. മന്നനാർമാരിൽ തീയ ജാതിയിൽപ്പെട്ടവർ ആയിരുന്നു. ചിറക്കൽ കോവിലകം പട്ടോലയിൽ മന്നനാർമാരെ പറ്റി പറയുന്നുണ്ട്. ഭാർഗവരാമായണം എന്നൊരു ഗ്രന്ഥം ഇവരെപ്പറ്റി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ ഗ്രന്ഥം നിലവിലില്ല എങ്കിലും അതിന്റെ ഉള്ളടക്കം മറ്റു പല പുസ്തകങ്ങളിൽ നിന്നും ലഭ്യമാണ്. മന്നനാർമാർ വീതിഹോത്രന്മാർ ആയിരുന്നു. അഗ്നിപുരാണപ്രകാരം ഈ വീതിഹോത്രന്മാർ ഹേഹേയരിലെ 5 ഗണങ്ങളിൽ ഒന്നാമത്തേതാണ്. മറ്റു ഗണങ്ങൾ ശര്യാദ, ഭോജ, അവന്തി, ശൗണ്ഡികേയ എന്നിവർ ആണ്. ചേതിയായിരുന്നു ഇവരുടെ തലസ്ഥാനം. ഹേഹേയന്മാരുടെ ഉദ്ഭവം യദുവിൽ നിന്നാണ്. കാർത്യ വീരാർജുനൻ ആയിരുന്നു ഈ വംശത്തിലെ പ്രമുഖ രാജാവ്. പരശുരാമനുമായി ഉണ്ടായ യുദ്ധത്തിൽ കാർത്യ വീരാർജുനൻ വധിക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഹേഹേയന്മാരെ പരശുരാമൻ കൂട്ടക്കൊല ചെയ്തു. ഇതിൽ നിന്നും രക്ഷപ്പെട്ട സോമൻ എന്ന രാജാവ് കൽച്ചൂരി രാജവംശം സ്ഥാപിച്ചു. ആദ്യം ത്രിപുരി ആയിരുന്നു തലസ്ഥാനം, പിന്നെ ജഗ്നാപൂരിലേക്ക് മാറ്റി. ഇന്നും ആ രാജപരമ്പര നിലനിൽക്കുന്നു. ഇവരും മധ്യഹാരക ജാതിയിൽപ്പെട്ടവർ തന്നെ. കാർത്യ വീരാർജുനന്റെ പൗത്രൻ വീതിഹോത്രന്റെ വംശപരമ്പര ആണത്രേ എരുവേശി ആസ്ഥാനം ആയി രാജ്യം ഭരിച്ച മന്നനാർ രാജവംശം. അഗ്നിപുരാണത്തിൽ യദുവംശത്തിൽപ്പെട്ട ഈ ഹേഹേയ പരമ്പരയെ വിവരിക്കുന്ന ഭാഗത്ത് വീതിഹോത്രൻ, ഭോജൻ, അവന്തി, ശര്യാദ, ശൗണ്ഡികേയർ ഇവർ ഹേഹേയരിലെ 5 ഗണങ്ങൾ ആണെന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്ത ഹേഹേയർ പരശുരാമന്റെ ഗോത്രം ആയ ഭൃഗു ബ്രാഹ്മണരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇത് ബ്രാഹ്മണ ക്ഷത്രിയ യുദ്ധത്തിലേക്ക് വഴിമാറി. ശൂദ്രർ ബ്രാഹ്മണരുടെ പക്ഷത്ത് ചേർന്നു. ഹേഹേയ പരമ്പര 21 തവണ നശിപ്പിക്കപ്പെട്ടു. കളരിവാതുക്കൽ, ചിറക്കൽ കോവിലകം പോലുള്ള സ്ഥലങ്ങളിൽ മന്നനാരുടെ കുലദേവതയായ പാടിക്കൂട്ടിക്ക് കെട്ടിക്കോലം ഉണ്ട്. കോലത്ത് നാട്ടിലെ തെയ്യങ്ങൾ പീഠത്തിലിരിക്കുന്നതിനു മുൻപായി പെരുന്തൃക്കോവിലം